ഇനി നിലമ്പൂർ ഇലക്ഷൻ വിജയിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ മറ്റൊരു അജണ്ടയുമില്ല, ചർച്ചയില്ല, ഒന്നുമില്ല. ഒരേ സ്വരത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു, ഇറങ്ങാൻ തീരുമാനിച്ചു. അല്ല, അത് വാർത്ത നിങ്ങൾ കൊടുത്തല്ലോ, ഞങ്ങൾ പറഞ്ഞു. അവിടെ മത്സരരംഗം എന്ന് പറയുന്നത് ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും തമ്മിലാണ്. അതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയും UDFും തമ്മിലാണ്. പിന്നെ വർക്കിൽ UDF ജയിക്കും, ആ ഇലക്ഷനിൽ UDF ജയിക്കും. അതിനാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പാണക്കാട് തങ്ങൾ അവഹേളിച്ച ആളാണ് ഷൗക്കത്ത് എന്നാണ് പറയുന്നത്. അല്ല, അപ്പം നിങ്ങൾ പല ഇഷ്യൂസും പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ അതിനൊന്നും മറുപടി പറയില്ല, സമയം കളയണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിനി ഞങ്ങളെ ആരോപണത്തിനൊക്കെ ഞങ്ങളുടെ പ്രസംഗത്തിലൊക്കെ എല്ലാവരും മറുപടി പറയും, അപ്പെടുത്താൽ മതി. ഇപ്പൊ ഫോക്കസ് ഒറ്റക്കെട്ടായി UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്ന വർത്തമാനങ്ങളൊന്നും വേണ്ടാന്നും കൂടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.